ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ചൊരിയാത്ത നന്മകളില്ല. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ.
പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. കർത്താവേ, ബലഹീനമായ നിസ്സാരമായ മനുഷ്യമക്കളുടെ മേൽ കർത്താവെ നിന്റെ വലിയ കൃപ ചൊരിയപ്പെട്ടപ്പോൾ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് അകറ്റി നിർത്തി. ഇപ്പോൾ നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ചൊരിയാത്ത നന്മകളില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സുഖപ്പെടാത്ത രോഗങ്ങളുമില്ല. ഈശോയെ, അത്യുന്നതമാണ് നിന്റെ നാമം, സർവശക്തമാണ് നിന്റെ സാന്നിധ്യം. ആ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെ രൂപപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിനെ അറിയാത്തവരെ പോലെ ഇനിയും ജീവിച്ചാൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണെന്ന് പൗലോസ്ലീഹ എഫേസോസുകാർക്ക് താക്കീത് കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പഴയ നിയമത്തിലെ സക്കറിയായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: പരസ്പരം തിന്മ നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്, ഞാനിവ വെറുക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. എത്രയോ വലിയ താക്കീതാണ് വചനത്തിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് നൽകുന്നത്. ഞാൻ വെറുക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കള്ളം, പാപം, പാപാസക്തി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ വെറുക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി ഏകജാതനെ കീറിമുറിക്കാൻ അനുവദിച്ച പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ എത്രമാത്രം അനുതപിച്ചാലും, എത്രമാത്രം പശ്ചാത്താപത്തോടെ മനസ്താപത്തോടെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതം കൊണ്ട് മതിയാവുകയില്ലല്ലോ. പാപങ്ങൾ പൊറുക്കാൻ ഭൂമിയിൽ ആർക്കാണ് അവകാശം? പാപങ്ങൾ ക്ഷമിക്കാൻ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17 തിരുവചനം: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടുമിരിക്കും. ഈശോനാഥൻ ശമയോൻ പത്രോസിന് കൊടുക്കുന്ന വലിയ അധികാരം, സ്ലിഹന്മാർക്ക് കൊടുക്കുന്ന
വലിയ അധികാരമാണ്. സഭയിലൂടെ ഇന്നും തുടരുന്ന പാപമോചനത്തിൻ്റെ അധികാരം. മനുഷ്യമക്കളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ നമ്മെ സകല പാപത്തിൻ്റെ ചാച്ചിലുകളിൽ നിന്നും പാപാവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന വലിയ കൂദാശ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഒരിക്കൽ കൂടി ആ പരമപരിശുദ്ധിയുടെ മുമ്പാകെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ, താഴുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ, താഴുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ഈശോ അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പാപത്തിൽ തന്നെ മനുഷ്യവർഗം മുന്നോട്ട് പോകാനുള്ള കാരണം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിലൂടെ വെളിവാക്കപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളും മനസ്സിലാക്കാത്തതിനാലാണെന്ന് ഈശോ നമുക്ക് താക്കീത് തരികയാണ്. അന്ത്യ അത്താഴ സമയത്ത് ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ പരസ്പരം നോക്കി പരസ്പരം ചോദിച്ചു, അത് ഞാനാണോ? യഥാർത്ഥത്തിൽ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ മുമ്പിൽ ഒരമ്പ് പോലെ തുളഞ്ഞു കയറിയ ഗുരുവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഉള്ളിൽ നനച്ചപ്പോൾ തന്നെ ആ സർവശക്തനായ ഈശോ അത് തിരിച്ചറിയുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിൽ തിന്മ നിരൂപിക്കുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവം നമുക്ക് താക്കീത് തരുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ആ കർത്താവിൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് നാം പ്രവർത്തിക്കുന്നതാണ് യൂദാസിൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നത് ഒക്കെയും. പത്രോസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ പത്രോസിനും താക്കീത് നൽകുകയാണ്. കോഴി കൂവുന്നതിന് മുൻപ് തന്നെ നീ എന്നെ തള്ളിപ്പറയും. ശപഥം ചെയ്ത് ഗുരുവിൻ്റെ മുമ്പിൽ വാക്കുകൊടുക്കുന്ന ശമയോൻ്റെ വാക്കുകൾക്ക് ഒരു മനുഷ്യൻ്റെ വാക്കിൻ്റെ വിലയേ ഉള്ളൂവെന്ന് ഈശോ ശമയോനിലൂടെ തന്നെ കാണിച്ചു തരികയാണ്. ഞാൻ അവനെ അറിയുകയില്ലെന്ന് പരസ്യമായിട്ട് പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ സുവിശേഷത്തിലൂടെ കാണുന്നുണ്ട് ഈശോ അവനെ കരുണയോടെ നോക്കുന്ന ഒരു രംഗം. അവൻ ഹൃദയം നൊന്ത് അനുതപിച്ച് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നതും പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നാം കണ്ടെത്തുന്നതും. അവനെ തിരുസഭയുടെ അധിപതിയായിട്ട് ഈശോ നിയമിക്കുകയാണ്. ഇത് പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വലിയ ശക്തി, സ്വർഗീയ അധികാരം ഈശോ തിരുസഭയ്ക്ക് നൽകുകയാണ്. ആരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന് എവിടെ നിന്നൊക്കെ ആക്രമിച്ചാലും കർത്താവ് സ്ഥാപിച്ച സഭ പാറ പോലെ ഉറപ്പുള്ളതാണെന്ന്
ഈശോ വാക്ക് തരികയാണ്. ആ സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ. ആ സഭയിലാണ് പരിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത്. ആ സഭയിലാണ് പാപമോചനം സംഭവിക്കുന്നത്. ആ സഭയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവീക കൃപകൾ ഒഴുകുന്നത്. അത് മനസ്സിലാക്കി കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാനുള്ള ഓരോ വലിയ ആഹ്വാനവുമാണ് ഓരോ കൂദാശയും നമുക്ക് നൽകുന്നത്. അത്രമാത്രം പരിശുദ്ധിയാണ് ഓരോ കൂദാശയിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുന്നത്. ഈ സമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. രോഗിയായിട്ട് കടന്നു വന്നവൻ്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. രോഗാവസ്ഥയിലായിരിക്കുന്നവൻ്റെ മുമ്പിൽ പാപം ക്ഷമിക്കുമ്പോൾ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനേക സംഭവങ്ങൾ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമുക്ക് പരിചിതമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകുലതയാണ് പലപ്പോഴും നമ്മുടെ രോഗത്തിൻ്റെ കാരണം. നമ്മുടെ നിരാശയാണ് പലപ്പോഴും നമ്മെ നിരന്തരം അലട്ടുന്ന ശാരീരിക അസ്വാസ്ഥ്യത്തിൻ്റെ സമയങ്ങൾ. കർത്താവിൽ ആശ്രയബോധമില്ലാതെ നമുക്ക് തന്നെ പരിഹരിക്കാമെന്ന് തോന്നുന്ന, നമുക്ക് തന്നെ പരിഹരിക്കാമെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളൊരിടം കൊടുക്കാതെ ഓടുന്ന അവസരങ്ങളാണതെല്ലാം. കർത്താവ് പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് നോക്കിയാൽ മതി, നിന്റെ ജീവിതം സുഖപ്പെടും. ഒരു വാക്കരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യന് സുഖമാക്കപ്പെടും എന്ന് പറഞ്ഞ് ശതാധിപൻ്റെ മനോഭാവത്തോടെ നമുക്ക് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആ വലിയ പരിശുദ്ധിയെ നമുക്ക് പാടി ആരാധിക്കാം. കർത്താവ് പരിശുദ്ധനാണ്. മാലാഖമാര് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിരന്തരം പാടി സ്തുതിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിൽ നേരിൽ കണ്ട് ആരാധിക്കുവാൻ മാത്രം അവസരം, ഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ആ പരമപരിശുദ്ധിയെ പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകൾ തകർക്കപ്പെടും, രോഗത്തിൻ്റെ മേഖലകൾ അഴിഞ്ഞു മാറ്റപ്പെടും. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നേക്കും വിടുതൽ പ്രാപിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവപിതാവേ, എന്നോടെ താതന്നെ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ.
നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. എത്രയോ വലിയ പരിശുദ്ധിയാണ് ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ ദൈവം പ്രമാണം മോശയ്ക്ക് നൽകുന്ന ഭാഗത്ത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതത്തിൽ പാപം കടന്നു വരുന്നത് നാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നാം മറ്റു പലതിനും കൊടുക്കുമ്പോഴാണ്. ദൈവമാകുന്ന വലിയ പരിശുദ്ധിക്ക് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയതെന്ന് തോന്നുന്നത് നാം പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുന്നത്. നിന്റെ ബലഹീനമായ ജീവിതത്തിൽ നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയാൽ നിന്റെ ജീവിതത്തെ ദൈവം കൃപയുള്ളതാക്കി മാറ്റും. ശിഷ്യന്മാരുടെ ജീവിതത്തിലും നാം കാണുന്നത് ഇത് തന്നെയാണ്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചപ്പോൾ, എല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തപ്പോൾ അവരുടെ കുറവുകളെല്ലാം ദൈവം പരിശുദ്ധിയാക്കി മാറ്റി. അവരുടെ സാന്നിധ്യം തന്നെ രോഗശാന്തിക്ക് കാരണമായി. അവർ വാ തുറന്നപ്പോൾ തന്നെ അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കർത്താവിനെ അധരത്തിലും ഹൃദയത്തിലും സ്വീകരിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം ഈശോ നിറഞ്ഞതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് സ്ഥാനമില്ല, പാപകരമായ ചിന്തകൾക്ക് സാന്നിധ്യമില്ല, മറ്റുള്ളവരെ തകർക്കുന്ന പാപകരമായ പദ്ധതികൾക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് നാം മനസ്സിലാക്കി ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാധിക്കാം. അവനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രഘോഷിക്കാം. പ്രിയപ്പെട്ടവരെ, ദിവികാരുണ്യനാഥൻ നമ്മെ ആശീർവദിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് എളിമപ്പെടുത്തി നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ആശീർവദിച്ചാൽ നമ്മുടെ അശുദ്ധിയെല്ലാം നീങ്ങി മാറിപ്പോവും. കർത്താവ് ആശീർവദിച്ചാൽ നമ്മുടെ ബലഹീനത ബലമുള്ളതാക്കി മാറ്റും. കർത്താവ് ആശീർവദിക്കുമ്പോൾ നമ്മുടെ നിസ്സാരത കർത്താവിനെ ജീവിതത്തിൽ പ്രഘോഷിക്കാനുള്ള വലിയ ശക്തിയായിട്ട് മാറുമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധിച്ചിടാ, താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ.
ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം,